ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നടത്തിയതായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ഇപ്രകാരമാണ് താൻ പറഞ്ഞത്: ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, യേശു നമുക്ക് ഒരു വഴി കാണിച്ചു തരാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ യേശു നമുക്ക് ജീവനെ തരാമെന്ന് അല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനാകുന്നു വഴി. ഞാനൊരു വഴിയെ കാണിച്ചു തരികയല്ല. ഇന്ന് അനേകർ നമുക്ക് വഴിയെ കാണിച്ചു തരുന്നവരുണ്ട്. ആ വഴിയെ പോവുക, ഈ വഴിയെ പോവുക എന്ന കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ ആകുന്നു വഴി. യേശു നമുക്ക് ഒരു വഴി കാണിച്ചു തരാമെന്നല്ല പറഞ്ഞത്, അവൻ വഴിയാണെന്നാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. അവൻ നമ്മെ ഒരു സത്യം പഠിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല. അവൻ സത്യമാണ്. ഒരു പാഠശാലയിൽ പോയി നിങ്ങൾ പഠിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ് ഞാൻ വഴിയാണ്, ഞാനൊരു വഴി കാണിച്ചു തരാൻ വേണ്ടിയല്ല വന്നത്. അതുപോലെ ഞാൻ സത്യമാണ്. ഞാനൊരു പാഠശാല നിങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ പോയി പഠിച്ചിട്ട് വരിക എന്നുള്ളതല്ല. സത്യം ആണ്, ഞാൻ സത്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, യേശു നമുക്ക് ജീവിതം തന്നിരിക്കുകയാണ്, നമുക്ക് ജീവനെ തന്നിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യാവതാരം എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൻ വഴിയെ കൊടുക്കുക, വഴി, സത്യം, ജീവൻ, ഈ 3 കാര്യങ്ങൾ മനുഷ്യന് ലോകത്തിൽ പിറന്ന് ആർക്കും തരുവാൻ സാധ്യമല്ലാത്തതായിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ തരുവാൻ കഴിവുള്ള കർത്താവ് യേശുക്രിസ്തു പറയാണ്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എൻ്റെ ഉള്ളിൽ ഞാൻ മരിച്ചിരിക്കുന്നു, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് എനിക്കറിയില്ല. എന്നാൽ യേശുവാണ് ജീവൻ. വഴിയില്ലാതെ പോവുക സാധ്യമല്ല. വഴി അറിഞ്ഞിരിക്കണം. തീരെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, വഴി നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? താൻ യേശുക്രിസ്തു പറയുന്നത്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവത്തെങ്കിലേക്കുള്ള ഏക വഴി താനാണ്, കർത്താവ് യേശുക്രിസ്തു ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്. അത് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണെന്നുള്ളത് നാം ഓർത്തിരിക്കുക. ഇത് ദേവാലയത്തെയും അതിലെ ആചാരങ്ങളെയും മറ്റു മതങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് സ്വർഗത്തിലെ സത്യദൈവമായ പിതാവായ ദൈവത്തേക്കുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തു പറയാണ്, ഞാനാണ്. എന്നിൽ കൂടി മാത്രമേ ആ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് എത്തുവാൻ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അതേ സ്വർഗത്തിൽ നിന്നും താഴെ ഭൂമിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നിട്ട് വീണ്ടും വരുന്നവനായിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള പാതയിൽ കൂടി നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനും നിങ്ങൾക്ക് സ്വർഗത്തിലെത്തുവാൻ കഴിയും. ദൈവത്തിൻ്റെ മകളായി തീരുവാൻ തക്കണം, രക്ഷ നിങ്ങൾക്ക് കൈവശമാക്കുവാൻ തക്കണം കഴിയും. ഇതിലേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.